പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. നമ്മൾ എല്ലാവരും തന്നെ പെൻ ഡ്രൈവുകൾ അഥവാ USB ഡ്രൈവുകൾ ഉപയോഗിക്കുന്നവരായിരിക്കും. മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെല്ലാം ഉദ്ദേശിച്ചത് മൊബൈൽ ഉപയോഗിക്കുന്നവർ OTG കേബിൾ ഉപയോഗിച്ച് ഇപ്പോൾ പെൻ ഡ്രൈവ് അവരുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അവരുടെ പെൻ ഡ്രൈവിലുള്ള ഫയലുകൾ എങ്ങനെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സാൻഡിസ്കിൻ്റെ അതായത് സാൻഡിസ്ക് എന്ന കമ്പനിയുടെ പെൻ ഡ്രൈവുകളിൽ മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ പെൻ ഡ്രൈവിലുള്ള എല്ലാ ഫയലുകളും ലോക്ക് ചെയ്യുക എന്നതല്ല ഉദ്ദേശം. പെൻ ഡ്രൈവിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫയലുകൾ അവ മാത്രമായിട്ട് നമുക്ക് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാൻഡിസ്ക് സെക്യൂർ ആക്സസ് എന്ന EXE ഫയൽ കോപ്പി ചെയ്ത് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് പേസ്റ്റ് ചെയ്യുക. തുടർന്ന് അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും. അതിൽ നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് ഐ അക്സെപ്റ്റ് ദ ടേംസ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. പാസ്വേഡിൽ മിനിമം 6 ക്യാരക്ടറുകൾ ഉണ്ടായിരിക്കണം. അതിൽ അപ്പർ കേസും ലോവർ കേസുമായിട്ടുള്ള ലെറ്ററുകളും ആൻഡ് ഹാഷ് തുടങ്ങിയ ചിഹ്നങ്ങൾ ഇതെല്ലാം കൂടി മിക്സ് ആണെങ്കിൽ മാത്രമേ പാസ്വേഡ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഈ പാസ്വേഡ് കൊടുത്താൽ പിന്നീട് നമ്മൾ സെക്യൂർഡ് ആക്കിയ ഫയലുകൾ ഇതിനുള്ളിലുള്ള വാൾട്ടിൽ നിന്നും നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. അതിന് പാസ്വേഡ് നിർബന്ധമാണ്. പാസ്വേഡ് റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാസ്വേഡ് ഓർത്തിരിക്കാൻ പ്രത്യേകം അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. പാസ്വേഡ് നൽകുമ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്ട്രെങ്ത് കാണിക്കും. വീക്ക് അല്ലെങ്കിൽ ഗുഡ്, എക്സലൻ്റ് എന്നിങ്ങനെ ഒരു സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കും. ആ സ്ട്രെങ്ത്തിന് അനുസരിച്ച് എക്സലൻ്റ് എന്നതിൽ വന്നു നിൽക്കുന്ന രീതിയിൽ നമ്മുടെ പാസ്വേഡിൽ 6 ക്യാരക്ടറുകൾ മിനിമം ഉണ്ടായിരിക്കണം. ഇതുകൂടാതെ അവ ലോവർ കേസ്, അപ്പർ കേസ് ലെറ്ററുകളും സ്പെഷ്യൽ ക്യാരക്ടറുകളും കൂടി മിക്സ് ചെയ്തവയും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിവിടെ ആ പാസ്വേഡ് സോഫ്റ്റ്വെയർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് പാസ്വേഡ് ഹിൻഡ് നൽകാം. പാസ്വേഡ് ഹിൻഡ് എന്നാൽ പിന്നീട് നമ്മൾ പാസ്വേഡ് മറന്നുപോയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ക്ലൂ, അതേസമയം മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുകയും വരുത്. അങ്ങനെ ഒരു ക്ലൂ നിങ്ങൾ എന്തെങ്കിലും എഴുതി ചേർക്കുക. തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് വീണ്ടും വരും. ഇതിൻ്റെ കുറച്ച് ഫംഗ്ഷനുകളാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് നമ്മുടെ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകൾ, ഫോൾഡറുകൾ, ഡ്രൈവുകൾ എന്നിവയെല്ലാം തന്നെ കാണാൻ സാധിക്കും. അവ സെലക്ട് ചെയ്യുമ്പോൾ വലതുഭാഗത്ത് അതിൻ്റെ മറ്റു സബ് ഡയറക്ടറികൾ ഉണ്ടെങ്കിൽ അവ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവ ഡ്രാഗ് ചെയ്ത് മുകളിലെ മൈ വാൾട്ട് എന്ന ഈ ഭാഗത്തേക്ക് അവ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ഫയൽ സെലക്ട് ചെയ്ത് മുകളിലെ വാൾട്ട് എന്നതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടാൽ ആ ഫയൽ സെക്യൂർ ആകുന്നു. ഇനി നമുക്ക് പെൻ ഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്ത് ഓപ്പൺ ആക്കി നോക്കാം. സെക്യൂർ വാൾട്ടിലേക്ക് ആഡ് ചെയ്ത ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നിങ്ങൾക്ക് അവിടെ നേരിട്ട് കാണാനാവില്ല. അതിനെ നിങ്ങൾ സാൻഡിസ്കിൻ്റെ സെക്യൂർ ആക്സസ് എന്ന ആ സോഫ്റ്റ്വെയർ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത പാസ്വേഡ് ഏതാണോ അത് ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത ഫയലുകൾ അല്ലെങ്കിൽ ഫോൾഡറുകൾ അതിനുള്ളിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ ആഡ് ചെയ്ത ഫയലുകളും ഫോൾഡറുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സോഴ്സിൽ നിന്ന്, അതായത് കമ്പ്യൂട്ടറിലോ പെൻ ഡ്രൈവിലോ മറ്റൊരു സെക്ഷനിൽ നിന്നോ അത് ഡിലീറ്റ് ആക്കിയാൽ പോലും നിങ്ങൾക്ക് വാൾട്ടിനുള്ളിൽ നിന്നും ഓപ്പൺ ആക്കാനും ഉപയോഗിക്കാനും സാധിക്കും. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ സോഫ്റ്റ്വെയർ മനസ്സിലായി കാണുമെന്നും അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് മേനോൻ. കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിവയെ സംബന്ധിച്ചുള്ള അറിവുകൾ മലയാളം വീഡിയോകളായി മനസ്സിലാക്കാനും അവ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാനും ഫേസ്ബുക്കിൽ രതീഷ് മേനോൻ എന്ന് സെർച്ച് ചെയ്ത് എന്റെ പേജ് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം കാണുന്ന ഫോളോ എന്നതിൽ പ്രസ് ചെയ്ത് സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വലതുവശത്ത് കാണുന്ന 3 ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം നീല ഐക്കണൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുകൂടി ഉറപ്പാക്കുക. തുടർന്ന് എന്നും പുതിയ പോസ്റ്റുകൾ ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിലെത്തും.